സ്പോട്ട് ലൈവിന് പോകുന്നത് കോഴിക്കോടേക്കാണ്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ സ്കൂട്ടർ മോഷണം. ഓവർ ബ്രിഡ്ജിന് കീഴിൽ നിർത്തിയിട്ട ബൈക്ക് 2 യുവാക്കൾ ചേർന്ന് മോഷ്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കുട്ടാടി സ്വദേശി രാജീവിന്റെ സ്കൂട്ടറാണ് മോഷണം പോയത്. MS അനീഷ് കുമാറിലേക്ക് വീണ്ടും. അനീഷ്, CCTVയിൽ തന്നെ ദൃശ്യങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ് മോഷ്ടിച്ചതെന്ന വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ട്. ആ യുവാക്കളെ തിരിച്ചറിയുന്നുണ്ട്. പ്രതികളെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? MS അനീഷ് കുമാറിലേക്ക് വീണ്ടും. അനീഷ്, ഈ ദൃശ്യങ്ങളിൽ തന്നെ മോഷ്ടാക്കളെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. പ്രതികളെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? ടോം, എന്തായാലും വളരെ കൗതുകകരമായ, ഒരു പക്ഷേ രസകരമെന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള ഒരു മോഷണമാണ് കോഴിക്കോട് കൊയിലാണ്ടിയിൽ നടന്നിരിക്കുന്നത്. കൊയിലാണ്ടി ഓവർ ബ്രിഡ്ജിന് താഴെ, അതായത് മേൽപ്പാലത്തിന് താഴെ നിർത്തിയിട്ടിരുന്ന ഒരു സ്കൂട്ടിയാണ് 2 യുവാക്കൾ ചേർന്ന് മോഷ്ടിക്കുന്നത്. ഏതാണ്ട് സ്വന്തം വാഹനം ഒരിടത്ത് വെച്ചിട്ട് പോയി അത് തിരിച്ചെടുത്തുകൊണ്ട് പോകുന്ന രീതിയിൽ അത്ര ലാഘവത്തോടുകൂടിയാണ് ഈ യുവാക്കൾ ഈ മോഷണം നടത്തുന്നത്. മൂടാടി സ്വദേശി രാജീവന്റെ ഉടമസ്ഥയിലുള്ള സ്കൂട്ടിയാണ് മോഷണം പോയിരിക്കുന്നത്. കോഴിക്കോടാണ് ഈ രാജീവൻ ജോലി ചെയ്യുന്നത്. ജോലി ആവശ്യത്തിനായി കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ കൊയിലാണ്ടിയിലെ ഈ മേൽപ്പാലത്തിന് അടിയിൽ വാഹനം നിർത്തിയിട്ട് പോകുന്നതാണ് സാധാരണ പതിവ്. അങ്ങനെ രാവിലെ 7:00 കഴിഞ്ഞ ദിവസം ഈ വാഹനം നിർത്തിയിട്ടിട്ട് വേഗത്തിൽ ഈ ജോലിക്ക് പോകുന്ന തിരക്കിൽ താക്കോൽ എടുക്കാൻ ഈ രാജീവൻ മറന്നു. സ്കൂട്ടിയിൽ തന്നെ താക്കോൽ വെച്ചിട്ടാണ് പോയത്. പക്ഷേ പിന്നീട് ഈ കോഴിക്കോട് ജോലി സ്ഥലത്ത് എത്തിയപ്പോഴാണ് രാജീവൻ ഓർത്തത്, ഈ താക്കോല് കൈവശമില്ലല്ലോ. അതുകൊണ്ട് ഈ വാഹനം വെച്ച ഇടത്തിന് സമീപത്തുള്ള ഒരു വീട്ടുകാരുടെ നമ്പർ തരപ്പെടുത്തുകയും അവരോട് വിളിച്ചു ചോദിച്ചു, ഈ വാഹനത്തിൽ താക്കോലുണ്ടോ, താക്കോലുണ്ടെങ്കിൽ ഒന്ന് എടുത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ഇതേ തുടർന്ന് വീട്ടുകാരെത്തി പരിശോധന നടത്തിയപ്പോഴാണ് അങ്ങനെ ഒരു വാഹനം തന്നെ അവിടെ ഇല്ല, ആ സ്കൂട്ടർ തന്നെ പൂർണ്ണമായും ആ സ്ഥലത്ത് നിന്നും അപ്രത്യക്ഷമായ വിവരം അറിയിക്കുന്നത്. എന്തായാലും ഇതേ തുടർന്ന് സമീപത്തുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് 2 യുവാക്കൾ സാവധാനം ആ വാഹനത്തിന് അടുത്തേക്ക് വരുന്നു. സ്വന്തം വാഹനം എടുക്കുന്ന പോലെ തന്നെ താക്കോൽ ഓൺ ചെയ്ത് സ്കൂട്ടിയുമായി ഓടിച്ചു പോകുന്ന ദൃശ്യങ്ങൾ കിട്ടിയിരിക്കുന്നത്. എന്തായാലും സമീപത്ത് തന്നെയുള്ള ഒരു ബുള്ളറ്റിൽ, നിർത്തിയിട്ടിരുന്ന ബുള്ളറ്റ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 2 ഹെൽമറ്റുകളും ഈ പ്രതികൾ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ 2 യുവാക്കളും വളരെ കൂളായി തന്നെ ഈ വാഹനം എടുത്തുകൊണ്ട് ഹെൽമറ്റും ധരിച്ചുകൊണ്ടൊക്കെയാണ് പോയേക്കുന്നത്. ഈ യുവാക്കൾ ഇതിനു മുമ്പും ഈ വാഹനമോഷണ കുറ്റങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ആളുകളാണ് എന്നാണ് പോലീസ് പറയുന്നത്. പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രതികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ കൊയിലാണ്ടി ഭാഗത്ത് അടുത്തിടെയായി ഇതിനു മുമ്പും ഇത്തരത്തിൽ ഇരുചക്ര വാഹനങ്ങൾ, അതായത് ഇതിനു മുൻപും സമാനമായ രീതിയിൽ വാഹന മോഷണ കേസിലെ പ്രതികളാണ് പോലീസ്. ഈ പ്രതികൾ ഇവരെന്ന്, ഈ യുവാക്കളെന്ന് പോലീസ് പറയുന്നുണ്ടല്ലോ അനീഷ്. ഇവരുടെ ഒരു രീതി എങ്ങനെയാണ്? സാധാരണ ഈ മോഷ്ടിക്കുന്ന ബൈക്കുകളിൽ, ഇരുചക്ര വാഹനങ്ങളിൽ കറങ്ങി നടന്ന് മോഷണം നടത്തുക, അല്ലെങ്കിൽ ലഹരി വിൽപ്പന നടത്തുക, അങ്ങനെയുള്ള ഒരു സംഘത്തിൽപ്പെട്ടവരാണോ? അതോ ഈ ബൈക്ക് മോഷണം മാത്രം ഒരു തൊഴിലാക്കി ഇതൊരു പതിവ് രീതിയാക്കി മുന്നോട്ട് പോകുന്നവരാണോ ഈ ചെറുപ്പക്കാർ? ടോം, അക്കാര്യം ഈ പലതരത്തിലുള്ള സംഘങ്ങൾ ഈ അടുത്ത കാലത്തായി തന്നെ ഈ കോഴിക്കോട് നിന്നും മോഷ്ടിച്ചുകൊണ്ട് പോയ ബൈക്ക് ലഹരി കടത്തുന്നതിനിടയിൽ പിടിയിലായിരുന്നു. ഒപ്പം ഈ എറണാകുളത്ത് നിന്നും മോഷ്ടിച്ച ബൈക്ക് പാലക്കാട്ടേക്ക് എത്തിച്ച് അവിടെ നിന്നും പെട്രോൾ പമ്പിൽ കവർച്ച നടത്തി മടങ്ങി വരുന്ന വഴിക്ക് കോഴിക്കോട് വെച്ച് പോലീസ് പിടിക്കുന്നു. അവരെ ചോദ്യം ചെയ്തപ്പോൾ കോഴിക്കോട്ടെ കവർച്ചയെക്കുറിച്ചും പാലക്കാട്ടെ കവർച്ചയെക്കുറിച്ചും വിവരങ്ങൾ ലഭിക്കുന്നു. അങ്ങനെ നിരവധി സംഭവങ്ങളാണ് അടുത്ത കാലത്തായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ മയക്കുമരുന്ന് പോലുള്ള കടത്തലുകൾക്കായി, ലഹരി വസ്തുക്കൾ കടത്തുന്നതിനായി ഉപയോഗിക്കാം, മറ്റ് കവർച്ച പോലുള്ള ശ്രമങ്ങൾക്കായി ഉപയോഗിക്കാം. ഒപ്പം ഈ മലപ്പുറത്തിന്റെ അതിർത്തി മേഖലകളിൽ, പ്രത്യേകിച്ചും പരപ്പനങ്ങാടി പോലുള്ള സ്ഥലങ്ങളിൽ ഈ സ്കൂട്ടറുകളും മറ്റുമൊക്കെ പൊളിച്ചു വിൽക്കുന്ന ഇടങ്ങളുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പരിമിതമായ തുകയ്ക്ക് ഈ സ്കൂട്ടർ വിൽക്കുകയും അവർ
മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇത് ഓരോരോ ഭാഗങ്ങളായി മാറ്റി ഒരാൾക്ക് പോലും തിരിച്ചറിയാനാവാത്ത വിധം ഈ വാഹനങ്ങൾ ഒറ്റ നിമിഷത്തിൽ അപ്രത്യക്ഷമാവുന്ന ഇടങ്ങളുമുണ്ട്. അങ്ങനെ പലതരം സാധ്യതകളാണുള്ളത്. ഈ സാധ്യതകളെ കുറിച്ചൊക്കെ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഈ പ്രതികളെ തിരിച്ചറിഞ്ഞ ശേഷം ഇവർക്കെതിരെ മറ്റു കുറ്റങ്ങളുണ്ടോ, ഏത് മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പതിവായി ഈ മോഷണം നടത്തുന്നത്, എന്തൊക്കെയാണ് ഇവരുടെ മുൻകാല ചരിത്രം എന്നിവയെക്കുറിച്ചൊക്കെ പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും ഈ വാഹന ഉടമയും അങ്ങേയറ്റം വലിയ അബദ്ധമാണ് ചെയ്തതെന്ന് പറയാതെ വയ്യ. കാരണം ഈ വാഹനം നിർത്തിയിട്ട് തിരക്ക് പിടിച്ചാണെങ്കിൽ പോലും താക്കോല് പോലും എടുക്കാതെ പോകുമ്പോൾ ഈ വാഹന മോഷ്ടാക്കൾക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ട് പോലും ഉണ്ടാവുന്നില്ല. വന്ന് ഓൺ ചെയ്ത് വാഹനമായി പോകാം. അത്ര അനായാസമായ ഒരു മോഷണം നടത്താൻ കഴിയുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് വാഹനങ്ങളും മറ്റുമൊക്കെ ഈ തിരക്കേറിയ സ്ഥലത്ത് നിർത്തിയിട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ വീടുകളിലാണെങ്കിലും നിർത്തിയിട്ട് അകത്തേക്ക് കയറുമ്പോഴൊക്കെ താക്കോൽ ഊരിയെടുത്ത് അല്ലെങ്കിൽ ആ ഹാൻഡിൽ ലോക്ക് ആണോ എന്നൊക്കെ കൃത്യമായ പരിശോധന നടത്തണം എന്നൊരു പാഠമാണ് ഇത് നൽകുന്നത്. ഒപ്പം ഇത്തരം പരിശോധനകളൊക്കെ നടത്തി ഹാൻഡിൽ ലോക്കും ഈ താക്കോലുമൊക്കെ ഓഫാണെങ്കിൽ പോലും പലപ്പോഴും ഇത് കൊണ്ടുപോകാൻ പറ്റുന്ന ബിരുദന്മാരുണ്ട്. വ്യാജ താക്കോലുകൾ ഉപയോഗിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ആളുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വാഹന ഉടമകളൊക്കെ വാഹനങ്ങൾ നിർത്തിയിടുമ്പോഴും വീടുകൾ സൂക്ഷിക്കുമ്പോഴും ഒക്കെ കുറച്ചുകൂടി ജാഗ്രത കാട്ടണമെന്ന ഒരു നിർദ്ദേശം കൂടി ഈ കൊയിലാണ്ടി സംഭവം നൽകുന്നുണ്ട്. ടോം, വ്യക്തമാണ്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് നഗരത്തിലാണ് ഇരുചക്ര വാഹനങ്ങൾ മോഷ്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത്. പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പതിവായി ഈ ഇരുചക്ര വാഹനങ്ങൾ മോഷ്ടിക്കുന്ന സംഘത്തിൽപ്പെട്ടവരാണ് ഇവരെന്നാണ് പ്രതികളെന്നാണ് പോലീസ് നൽകുന്ന വിവരം.